സംസ്ഥാനത്തിന്റെ പേര് കേരളമാക്കാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാതീർത്തിൽ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് ഈ തീരുമാനം. സേവാ സങ്കൽപ് പ്രമേയവും കേന്ദ്രമന്ത്രിസഭ പാസാക്കിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഭരണഘടനയിൽ കേരളയ്ക്ക് പകരം കേരളമെന്ന് നിർദ്ദേശിക്കുന്ന ബില്ലാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാതീർത്തിൽ ചേർന്ന ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം. സേവാതീർത്തിലെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം എന്ന പേരിലും ഇക്കാര്യം ചരിത്രത്തിൽ ഇടം പിടിക്കും. ബില്ല് രാഷ്ട്രപതി നിയമസഭയ്ക്ക് അയക്കും. केरला का नाम केरलम होना चाहिए, जो कि मलयालम भाषा में केरलम कहा जाता है, इसलिए इसका नाम केरलम होना चाहिए. ये बड़े लंबे टाइम से डिमांड रही है. इस डिमांड को आज यूनियन कैबिनेट ने अप्रूवल दिया और इसका एक पूरा प्रोसेस है जिसमें राज्य सरकार और राज्य की विधानसभा का भी बड़ा रोल है. तो राज्य की विधानसभा के अनुमति, उनके निर्णय और केंद्र सरकार के निर्णय और उसके बाद में पार्लियामेंट में इस पूरे निर्णय की प्रक्रिया रहेगी. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കണമെന്ന് നേരത്തെ നിയമസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അടുത്തിടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സേവാതീർത്തിലെടുക്കുന്ന ഓരോ തീരുമാനവും 140 കോടി ജനങ്ങളുടെ താൽപര്യങ്ങൾക്കും രാഷ്ട്ര നിർമ്മാണത്തിന്റെ വിശാലമായ ലക്ഷ്യത്തിനും വേണ്ടിയായിരിക്കുമെന്ന സേവാ സങ്കൽപ് പ്രമേയവും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ 8 ജില്ലകളിലായി 3 റെയിൽവേ പാത വികസന പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. ജനം, ഡൽഹി.